ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഒരു ഗ്രന്ഥത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത പ്രത്യേകതകളും ക്വാളിറ്റികളുമുള്ള ഒരു പുസ്തകമാണ് നമ്മുടെ ബൈബിള്, ദൈവവചനമായ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിള്. ഈ വീഡിയോയിൽ ബൈബിളിൻ്റെ ഈ അനന്യത, പ്രത്യേകത നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. എന്താണ് ബൈബിള്? മനുഷ്യനോട് സംസാരിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ്റെ ഭാഷയിൽ മനുഷ്യ ഗ്രന്ഥകാരന്മാരിലൂടെ എഴുതപ്പെട്ട അനേകം പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് ബൈബിള്. BC 1500 മുതൽ AD 100 വരെയുള്ള കാലഘട്ടങ്ങളിൽ 40ഓളം എഴുത്തുകാർ ചേർന്ന് ഹീബ്രു, അറമായ, ഗ്രീക്ക് എന്നീ ഭാഷകളിൽ 3 ഭൂഖണ്ഡങ്ങളിലിരുന്ന്, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ 3 ഭൂഖണ്ഡങ്ങളിലിരുന്ന് പാപ്പിറസ് തോലുകൾ, മൃഗത്തോലുകൾ, മെഴുകുപലകകൾ, കൽപ്പലകൾ എന്നീ പ്രതലങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥ രചന നടത്തി. ഗ്രന്ഥകാരന്മാരിൽ രാജാക്കന്മാരുണ്ടായിരുന്നു, പ്രഭുക്കന്മാരുണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു, വൈദ്യന്മാരുണ്ടായിരുന്നു, കവികളുണ്ടായിരുന്നു, ആട്ടിടയന്മാരുണ്ടായിരുന്നു, മുക്കുവന്മാരുണ്ടായിരുന്നു, ചുങ്കക്കാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു. ഇങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ളവരെ ഈ ഗ്രന്ഥരചനയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു. ബൈബിളിൻ്റെ അവസാന ഗ്രന്ഥം എഴുതിയ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ജനിക്കുന്നതിന് ഏകദേശം 1450 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യ ഗ്രന്ഥം രചിച്ച മോശ ജനിച്ചു. ഇവർക്കിടയിൽ 60ഓളം തലമുറകൾ. ഇവരുടെ കാലം വ്യത്യസ്തങ്ങളായിരുന്നു, ഇവരുടെ ഭാഷ വ്യത്യസ്തങ്ങളായിരുന്നു, ഇവരുടെ സംസ്കാരം വ്യത്യസ്തങ്ങളായിരുന്നു, ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നു, ഇവരുടെ തൊഴിൽ വ്യത്യസ്തങ്ങളായിരുന്നു. ദാവീദ് രാജാവ് യുദ്ധകാലങ്ങളിലും ഒറ്റപ്പെട്ടു പോയപ്പോഴൊക്കെ ഗ്രന്ഥരചന നടത്തി. പൗലോസ് ശ്ലീഹ തടവറയിൽ കിടന്നപ്പോൾ ഗ്രന്ഥരചന നടത്തി. സോളമൻ രാജാവ് സമാധാന വേളകളിൽ ഗ്രന്ഥരചന നടത്തി. ലൂക്കാസ് ശ്ലീഹ കപ്പൽ യാത്രാവേളയിൽ ഗ്രന്ഥരചന നടത്തി. യോഹന്നാൻ ശ്ലീഹ പത്മോസ് ദ്വീപിലെ ഏകാന്തതയിൽ ഗ്രന്ഥരചന നടത്തി. ഇങ്ങനെ വിവിധ കാലങ്ങളിൽ, വിവിധ സമയങ്ങളിൽ, വിവിധ ദേശത്തിരുന്ന് പല ഭാഷക്കാരിരുന്ന് ഈ ഗ്രന്ഥരചന നടത്തിയപ്പോഴും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തിയായിരുന്നു പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായൊരു ലോജിക്കൽ സീക്വൻസ് ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ കൃത്യമായൊരു ചരിത്രത്തിൻ്റെ ഭാഗം ആരംഭിക്കുകയാണ്. പൂർവ്വപിതാവായ അബ്രാഹത്തെ വിളിക്കുന്നതോടുകൂടി 40ഓളം പേര് ചേർന്ന് വ്യത്യസ്ത കാലങ്ങളിൽ, വ്യത്യസ്ത സമയങ്ങളിലിരുന്ന്, വ്യത്യസ്ത സ്ഥലങ്ങളിലിരുന്ന് ഗ്രന്ഥരചന നടത്തിയിട്ടും ഈ പുസ്തകങ്ങൾ തമ്മിൽ കൃത്യമായൊരു ലോജിക്കൽ സീക്വൻസ് ഉണ്ട്. ബൈബിളിലെ 73 പുസ്തകങ്ങളും ഒറ്റ കണ്ണിയിൽ കോർത്തെടുക്കപ്പെട്ട പോലെ, ഒറ്റ മാലിൽ കോർത്തെടുക്കപ്പെട്ട പോലെ ഇഴചേർക്കപ്പെട്ടിരിക്കുന്നു. പൊരുത്തക്കേടുകളില്ലാതെ, വൈരുദ്ധ്യങ്ങളില്ലാതെ ഈ 73 പുസ്തകങ്ങൾ പരസ്പരം ചേർന്നിരിക്കുന്നു. ഇതാണ് ബൈബിളിൻ്റെ അനന്യത. ലോകത്ത് ഒരു ഗ്രന്ഥത്തിനും ഇങ്ങനൊരു ക്വാളിറ്റി അവകാശപ്പെടാൻ പറ്റില്ല. അനേകം സാമ്രാജ്യങ്ങളും രാജാക്കന്മാരും പ്രസ്ഥാനങ്ങളും ഈ പുസ്തകം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവരെല്ലാവരും മരിച്ചു മൺമറഞ്ഞു. എന്നാൽ കാലത്തെയും കാലഘട്ടത്തെയും അതിജീവിച്ച് ബൈബിൾ ഇന്നും നിലനിൽക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ചിന്തകനായ കാർൽ മാർക്സ് ബൈബിളിനെയും യേശുവിനെയും വെല്ലുവിളിച്ചു. 100 വർഷം തികയും മുൻപ് ആ രാജ്യത്ത് കമ്മ്യൂണിസം പാടെ തകർന്നുപോയി. ഫ്രഞ്ച് തത്വചിന്തകനായ വോൾട്ടയർ പറഞ്ഞു, ഇന്നേക്ക് 100 വർഷം തികയും മുൻപ് ലോകത്ത് ഒരിടത്തും ഒരു കോപ്പി പോലും ഇല്ലാത്ത വിധം ബൈബിൾ നശിപ്പിക്കപ്പെടുമെന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണശേഷം ജനീവ ബൈബിൾ സൊസൈറ്റി അദ്ദേഹത്തിൻ്റെ പ്രസ് വിലക്കെടുക്കുകയും അവിടെ ബൈബിൾ അച്ചടിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഒരിക്കൽ പറഞ്ഞു, ബൈബിൾ ഇത് വെറും ഒരു പുസ്തകമല്ല, അത് പ്രവർത്തനക്ഷമമായ ഒരു വ്യക്തിയായി നിലകൊള്ളുന്നു. ഇതിൻ്റെ അസ്തിത്വത്തെ ചെറുക്കുന്ന എന്തിനേയും അത് കീഴടക്കുന്നു. സമയത്തെയും കാലത്തെയും രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും സാമ്രാജ്യങ്ങളെയും അതിജീവിച്ച കർത്താവിൻ്റെ വചനം, കഠിനഭാവികളെ വിശുദ്ധരാക്കി മാറ്റിയ, മനസാന്തരപ്പെടുത്തിയ ദൈവത്തിൻ്റെ വചനം, നിരാശയിൽപ്പെട്ടവർക്ക്, തകർന്നുപോയവർക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കയറുവാൻ കരുത്ത് പകർന്ന ജീവൻ്റെ വചനം, രോഗികൾക്ക് സൗഖ്യവും ബന്ധിതർക്ക് മോചനവും നൽകുന്ന അഭിഷേകത്തിൻ്റെ വചനം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വ്യാപരിക്കുവാൻ, ശക്തി പകരുവാൻ. എടുക്കുക, തുറക്കുക, വായിക്കുക, ജീവിക്കുക.